ഈ ഒരുപാട് കമ്പാർട്ട്മെന്റുകളുണ്ടല്ലോ ഇല്ലേ? എന്ന പോലെയാണ് നമ്മുടെ നവീകരണ പ്രസ്ഥാനത്തിന് ഒരുപാട് ശുശ്രൂഷകളുണ്ട്. ധ്യാന കേന്ദ്രങ്ങളുണ്ട്, പ്രയർ ഗ്രൂപ്പുകളുണ്ട്, കപ്പിൾസ് മിനിസ്ട്രി ഉണ്ട്, പാരിഷ് മിഷൻ ഉണ്ട്, കുട്ടികളുടെ ശുശ്രൂഷയുണ്ട്, യുവാക്കളുടെ ശുശ്രൂഷയുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരുപാട് ശുശ്രൂഷകൾ ചേർന്നതാണ് ഈ ട്രെയിനിൻ്റെ വിവിധ കമ്പാർട്ട്മെന്റുകൾ. പക്ഷേ ഈ വണ്ടി ഓടണമെങ്കിൽ ഇനി ഏത് കമ്പാർട്ട്മെന്റ് വേണം? ഏത് കമ്പാർട്ട്മെന്റാ? എൻജിൻ വേണം. എന്താണ് ആ എൻജിൻ? മധ്യസ്ഥ പ്രാർത്ഥന, അതാണ് എൻജിൻ. എൻജിൻ എന്താണ്? പവർ, പ്രൈം മൂവർ എന്ന് പറയും. ആ എൻജിനാണ് ഈ എല്ലാ ശുശ്രൂഷകൾക്കും പവർ കൊടുക്കേണ്ടതും അതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് സാധാരണ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, എൻ്റെ മോനൊരു വിസ കിട്ടാൻ, എൻ്റെ അയൽവക്കത്തെ ആ സ്ഥലം ഒന്ന് വിറ്റ് പോകാൻ, ഇതൊന്നും അല്ല മധ്യസ്ഥ പ്രാർത്ഥന. ആദ്യം അത് മനസ്സിലാക്കുക. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യേശു തന്നെയായ ഏക മധ്യസ്ഥന്റെ ശാഖയാകുക എന്നുള്ളതാണ്. യേശു ആരാണ്? ഏക മധ്യസ്ഥൻ. ഈശോ എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളെല്ലാം എൻ്റെ ശാഖകൾ. അപ്പൊ മുന്തിരിച്ചെടിയായ തായ്തണ്ട് എന്തെല്ലാം ചെയ്യുന്നുവോ അത് ഇന്ന് ആര് ചെയ്യുന്നു? ഇന്ന് ശാഖകളാണ് ചെയ്യുന്നത്. അപ്പൊ തായ്തണ്ട് എവിടെ? ഈ മുന്തിരിച്ചെടിയെ നിങ്ങൾ കണ്ടു കാണില്ല. നമ്മളിവിടെ തെങ്ങാണ്, തെങ്ങിന് ശാഖയില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മളെല്ലാവരും തെങ്ങ് പോലെ നിന്നാലോ അടയ്ക്കാമരം പോലെ നിങ്ങളൊന്ന് കർത്താവ് പറഞ്ഞില്ല. ഞാനൊരു അടയ്ക്കാമരമാണെന്ന് പറഞ്ഞില്ല. അത് നല്ല കാര്യം പറയാത്തതില്ലേ? കണ്ടോ, അടയ്ക്കാമരത്തിനോ തെങ്ങിനോ ശാഖയില്ല, ഒറ്റ തടി പോലെ ഇങ്ങനെ നിൽക്കുന്നു. അതല്ല ക്രിസ്തീയ ജീവിതം എന്നാ പറയുന്നത്. മുന്തിരിച്ചെടിയെ നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന തത്വം ശാഖകളിൽ മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ്. ശാഖകളിൽ മാത്രമേ ഫലമുണ്ടാകൂ. തായ്തണ്ടിൽ ഫലം ഉണ്ടായില്ല. മനസ്സിലായോ? തായ്തണ്ടിൽ ഒരിക്കലും ഒരു മുന്തിരി പോലും ഉണ്ടാവില്ല. അതാണ് ആ ചെടിയുടെ പ്രത്യേകത. അതറിഞ്ഞുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ് എന്ന് പറഞ്ഞാൽ രക്ഷാകര പദ്ധതിയുടെ തന്നെ ഹൃദയം ഇതാണ്. ദൈവം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, ഈശോ അന്ത്യത്താഴ്വേളയിൽ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. എന്നിൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്തവയെല്ലാം നിങ്ങൾ ചെയ്യും. എല്ലാവരും ഏറ്റു പറഞ്ഞേ. 14-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും. എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. കണ്ടോ? ഒന്ന്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്യും. ഇത് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? കർത്താവ് ഈശോ ചെയ്ത പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു. അതൊക്കെ കർത്താവ് അങ്ങനെ പറഞ്ഞതല്ലേ, നമുക്കിതുവരെ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഭാവിയും ബലഹീനരുമായിട്ടുള്ള മക്കൾ. അപ്പൊ ആദ്യം നമുക്ക് ഒന്നുകൂടി ഒരു അവബോധം ഉണ്ടാകണം. നമ്മൾ ആരാ?
മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ അതേ ചൈതന്യം കൊണ്ട് നിറഞ്ഞവരാണ് നമ്മൾ. ക്രിസ്തുവിന്റെ ചൈതന്യം കൊണ്ട് നിറഞ്ഞവരാണ് നമ്മൾ. ക്രിസ്തുവിന്റെ എല്ലാ ശക്തിയും നമ്മളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ത്രിത്വൈക ദൈവം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു. ക്രിസ്തുവിൽ നിറഞ്ഞ പോലെ തന്നെ മാമോദീസ സ്വീകരിച്ച വ്യക്തി മറ്റൊരു ക്രിസ്തുവാണ്. മാമോദീസായിൽ നമ്മളിലേക്ക് ഒരു മെഴുകുതിരി കൊളുത്തി തന്നിട്ട് ഇതാണ് പറഞ്ഞത്, നീ ലോകത്തിന്റെ പ്രകാശമാണ്. ഈശോ പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന്. പിന്നീട് ഈശോ തന്നെ പറഞ്ഞു നിങ്ങളാണ് ലോകത്തിന്റെ പ്രകാശം. ഈശോ ആകുന്ന ആ പ്രകാശം ഈശോ നമ്മൾക്ക് പകർന്നു തന്നു. ആ മെഴുകുതിരിയെ ഒന്ന് മനസ്സിൽ കാണുക. ഒരു മെഴുകുതിരി, രണ്ട് മെഴുകുതിരിയും തീപ്പെട്ടി കൊണ്ടുവരാമോ? പറയും, രണ്ട് മെഴുകുതിരിയും ഒരു തീപ്പെട്ടി കൊണ്ടുപോകും. ഇപ്പൊ കാണിച്ചു തരാം നമ്മൾ ആരാണ്. അത് വരട്ടെ. അതുവരയ്ക്കും ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 27-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഒന്നെല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തിയായിട്ട് പറയാം, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ഗാനമുണ്ട്, all you have been baptized into Christ have put on Christ. ഇത് പഠിക്കാൻ ഇവിടെ ഉണ്ടല്ലോ ചേച്ചി. അടുത്ത ആൾ വാ, രണ്ടുപേരും. ഇതാണ് ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ കർത്താവ്, പ്രകാശം. മനസ്സിലായോ? ഈ ഉദ്ധിതനായ യേശു ആകുന്ന ഈ പ്രകാശമാകുന്ന ഈ പ്രകാശത്തിൽ നിന്നാണ് നമ്മൾ മാമോദീസായിലേക്ക് തിരി കത്തിച്ചു തന്നില്ലേ? ഇതാണ് തിരി കത്തിച്ചോ, മാമോദീസ തിരിയാണ്. കണ്ടോ? ഇത് തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇത് ഇത്തിരി ചെറുതാണല്ലേ? ആള് ചെറുതായ മാതിരിയാണ്. ഇങ്ങനെ ചെറുതായതുകൊണ്ടാണ്. ശരിയായി. ചെറിയ ആള് വലുതായി. കണ്ടോ? ഇതൊന്ന് മനസ്സിലാക്കി. ക്രിസ്തു ആകുന്ന ഈ പ്രകാശത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരിലേക്കും ഈ പ്രകാശം പകർന്നപ്പോ നമ്മളും ക്രിസ്തുവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? വിശ്വസിക്കാൻ പറ്റണില്ല, ഇല്ലേ? ദൈവപുത്രനായ യേശു ദൈവം സൃഷ്ടാവുമാണ്, നമ്മള് സൃഷ്ടിയാണ്. എന്നുള്ള വ്യത്യാസം. സൃഷ്ടിയാണെങ്കിലും ഈശോ നമ്മളെ പോലെ തന്നെ മനുഷ്യനാണ്. കണ്ടോ? പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രകാശിക്കണമെങ്കിൽ ഉരുകണം, ഇല്ലേ? അതാണ് പ്രശ്നം. ഉരുകാൻ തയ്യാറാണോ? എത്ര പേര് ഉരുകാൻ തയ്യാറുണ്ട്? അവരൊന്ന് കൈപൊക്കി, ശരിക്കും മനസ്സറിഞ്ഞ് കൈപൊക്ക്. കണ്ടോ? ഒന്ന് കൈ വീശി കാണിച്ച്. കണ്ടോ? ചിലര് കൈ പകുതിയെ പൊക്കണുള്ളൂ. കണ്ടോ? ഉരുകണം. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റാറ്റസ്. നമ്മൾ യേശുവാകുന്ന അതേ പ്രകാശം തന്നെയാണ്. ഇനി ഇതിൽ യേശുവിന്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്നല്ലേ നമ്മൾ കേട്ടേക്കണം, അല്ലേ? ഞാൻ ചോദിക്കുകയാണ്, ഈ യേശുവാകുന്ന പ്രകാശത്തിന് പകുതി വെളിച്ചം തരാൻ പറ്റുമോ?
അപ്പൊ അത് അസാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായ ഒന്നുണ്ടെങ്കിൽ ഇതാണ്, ദൈവത്തിന് പകുതി തരാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. പകുതി പ്രകാശം തരാൻ പറ്റില്ല. മുഴുവൻ പ്രകാശമേ പറ്റുള്ളൂ. അതിൽ കുറഞ്ഞ ഒരു പരിപാടി പറ്റില്ല. കാരണം ദൈവം ഇൻഫിനിറ്റ് ആണ്. ദൈവം അനന്തനാണ്. അനന്തനായ ദൈവത്തിന് അനന്തമായ ദൈവത്തിന്റെ ഒരംശം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്നു? മുഴുവൻ കിട്ടുന്നു. ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈസ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് അനന്തമായ ദൈവത്തിൽ നിന്നും ഒരു ചെറിയ അംശം നമുക്ക് കിട്ടിയാലും അത് ഇൻഫിനിറ്റ് തന്നെയാണ്. ഏതുപോലെ വിശുദ്ധ കുർബാനയിൽ ഒരു വലിയ ഓസ്തി വാഴ്ത്തി അത് മുറിച്ച് അതിനകത്തൊരു നുറുക്ക് നമുക്ക് തരുമ്പോ യേശുവിന്റെ ഒരു നുറുക്കാണോ കിട്ടിയത്, അതോ മുഴുവൻ യേശുവിനെ കിട്ടിയോ? മുഴുവൻ യേശുവിനെ കിട്ടിയോ? പക്ഷെ കിട്ടിയതൊരു നുറുക്കാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം അനന്തരാണ്. ഈ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞത്. മനസ്സിലായോ എന്താ കടുകുമണിയുടെ അർത്ഥം? ഒരു കടുകുമണിയോളം പ്രകാശം ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് എത്ര പ്രകാശിക്കും? അത് ഈ മെഴുകുതിരിയെ കത്തിക്കുകയില്ലയോ? അത് മുഴുവനാണോ? കിടത്തിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മധ്യസ്ഥ പ്രാർത്ഥന എന്നത് ദൈവം തന്നെയായ യേശു ലോകം മുഴുവന് വേണ്ടിയും ഉരുകി ഉരുകി പ്രകാശമാകുന്ന, ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന അതേ ശുശ്രൂഷ, ആ ദൗത്യം നമ്മൾക്ക് വെച്ച് മാറുകയാണ്, നമ്മൾക്ക് കൈമാറിയിരിക്കുകയാണ്. നിങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്യും എന്ന് ഈശോ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? പിന്നെ പറഞ്ഞു അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. ശ്രദ്ധിക്കണം. ഒന്ന് കൈവീശി കാണിച്ച്. ഞാൻ ഈ കൈവീശാൻ പറയണത് ഉറങ്ങുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ഉണരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉറങ്ങുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് ഉണർത്തി കൊടുക്കണം കൂടി വേണം കേട്ടോ. ഉറങ്ങണമെങ്കിൽ ഒരു വിരോധമില്ല. ഇത്രയും നല്ല മധുര വചനം കേൾക്കുമ്പോൾ സുഖമായിട്ടിരുന്ന് ഉറങ്ങാൻ പറ്റിയ സമയം. അത് ആ വചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശക്തമായ അഭിഷേകം കൊണ്ടും ഉറക്കം വരാം. പക്ഷെ ഇന്ന് നമുക്ക് ഇത് കേൾക്കാൻ കൂടി വേണം കേട്ടോ. അതുകൊണ്ട് ദൂരത്തുനിന്ന് വന്നേക്കുന്നവര് രാത്രി ഒന്നും ഉറക്കമില്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ചൂട്ടും കത്തിച്ച് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടാകും. അപ്പൊ അവർക്കൊക്കെ അല്പം ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കൈവീശി കാണിക്കാൻ പറയുന്നത് കേട്ടോ. കൈവീശി കാണിച്ച് പ്രൈസ് ദി ലോർഡ്. ഓക്കെ, വലിയ ചില കാര്യങ്ങളാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഈശോ വചനം പ്രഘോഷിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈശോയ്ക്ക് മുഴുവനായി അത് പ്രഘോഷിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അതിന് ഒരു ഉദാഹരണം പറയാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 10-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു. അവർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഉപമകളിൽ സംസാരിക്കുന്നത്? അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. ഇനി എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി വചനം ഒന്ന് ഏറ്റു പറയുക. ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കുന്നതിനും
അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും വേണ്ടിയാണിത്. Praise the Lord. അങ്ങനെ എഴുതിയിട്ടുണ്ടോ ഒരു സംശയമില്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഈ കൊച്ചു തെറ്റായിട്ട് വായിച്ചതായിരുന്നു. അല്ല, അങ്ങനെ തന്നെ എഴുതിയേക്കണേ. എന്താ എഴുതിയേക്കണേ? മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും വേണ്ടി. ഇപ്പോ ചിലവർ വിചാരിക്കുന്നു ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വായിക്കായിരുന്നു. ബൈബിളുള്ളവരൊന്ന് തുറന്ന് നോക്കിയേ. നോക്കി ഇല്ലേ? അത് തന്നെ എഴുതിയേക്കണം ഇല്ലേ? സംശയമില്ല. ഒന്നുകൂടി വായിച്ച അവസാന ഭാഗം. കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും. ഒന്നുകൂടി എല്ലാവരും ശബ്ദമുയർത്തി. കണ്ടിട്ടും കാണാതിരിക്കേണ്ടതിനും, കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും. അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ്. ഇങ്ങനെ ഒരു വചനത്തെ നമ്മൾ അത്ര പഠിച്ചിട്ടില്ല അല്ലേ? നമ്മൾ രോഗശാന്തിയും ഇതൊക്കെ